എല്ലാവർക്കും നമസ്കാരം. അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്ത നസ്ലിന്റെ മോളിവുഡ് ടൈംസ് എന്ന് കണ്ടു. സിനിമയെപ്പറ്റി പൊതുവെ പുറത്തുള്ള റിവ്യൂസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ട്രെയിലറും അതിന്റെ മറ്റ് ഒരു സോങ് ഇറങ്ങി അതും മറ്റു കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു. വളരെ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബുക്ക് ചെയ്തു, കണ്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യം പറഞ്ഞാൽ സിനിമ ടോപ്പ് ലെവൽ തന്നെയാണ്. അതായത് മലയാളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് വന്നതിൽ തന്നെ ഏറ്റവും മികച്ച, ടെക്നിക്കലിയും അല്ലാതെയും ഒക്കെ ഏറ്റവും മികച്ച ഒരു സിനിമ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് മോളിവുഡ് ടൈംസ്. ഞാൻ സത്യത്തിൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ആ സിനിമ ഈ ഒരു ലെവലിൽ എത്തുമെന്ന്. ഒരു ആവറേജ് പ്രതീക്ഷയിലാണ് ഞാൻ കണ്ടത്. ജസ്റ്റ് ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷേ സത്യത്തിൽ സിനിമ കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഏതാണ്ട് ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് ലെങ്ത് ഉള്ള ഒരു സിനിമയാണ്. എങ്കിൽ പോലും അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മേക്കിംഗ് സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. പിന്നെ പടത്തിന്റെ എനിക്ക് എടുത്തു പറയാൻ, ഓരോന്നായി എടുത്തു പറയാൻ മാത്രം സിനിമയിൽ അങ്ങനെ മികച്ചത് എന്ന് പറയാനില്ല. എല്ലാ മികച്ച കാര്യങ്ങളുടെയും ഒരു മൊത്തത്തിലുള്ള ഒരു ചേരുവ തന്നെയാണ് ഈ സിനിമ എന്ന് എനിക്ക് പറയാം. പിന്നെ എല്ലാം നമ്മൾ കണ്ടു ഇങ്ങനെ കോരിത്തെരിച്ച് അഡ്രിനാലിൻ ഇങ്ങനെ റഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. എങ്കിൽ പോലും സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ വളരെ നമുക്ക് നല്ല അറ്റൻഷനോടുകൂടി യാതൊരു ചലനവുമില്ലാതെ പൂർണ്ണമായും ശ്രദ്ധിച്ച് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും മറ്റു കാര്യങ്ങളും. അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സിനിമ നമ്മളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ടെക്നിക്കലി അതൊരു സൈഡിൽ ഇരിക്കട്ടെ, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മികച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ നമ്മളെ നസ്ലിൻ തന്നെയാണ്. പുള്ളിക്കാരന്റെ ഒരു വൺ മാൻ ഷോ തന്നെയാണ് ഈ സിനിമ. പുള്ളിക്കാരൻ ഒരു ബാലതാരം അല്ലെങ്കിൽ ഒരു പയ്യൻ ലെവലിൽ സിനിമയിലേക്ക് വന്ന് ഇപ്പോൾ ഞാനിതാ പറയുന്നു, ഈ സിനിമയോട് കൂടി അദ്ദേഹം പൂർണ്ണമായ ഒരു നടൻ എന്നുള്ള ഒരു ബാനർ കൈവരിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ. എല്ലാ തരത്തിലും ഒരു സംവിധായകൻ ആവാൻ ശ്രമിക്കുന്ന ഒരു പയ്യന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ജേണിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അത് നമ്മൾ പല സിനിമകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിലെ അവതരണ രീതി കുറച്ച് വ്യത്യസ്തമാണ്. ശരിക്കും നമുക്ക് നല്ല റിയലായിട്ട് ഫീൽ ചെയ്യും. നമുക്കും ഇങ്ങനെയുള്ള എനിക്കും ഇങ്ങനെയുള്ള പേഴ്സണൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഒരു സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു സംവിധായകനാവാൻ ട്രൈ ചെയ്യുന്ന ഒരു പയ്യന്റെ ലൈഫിലെ ഹാർഡ്ഷിപ്സ് പറയുന്ന ഒരു സിനിമയാണെന്ന് പറയാം. ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമോ എന്നറിയില്ല. ആ സിനിമയുടെ വിജയം എത്ര വരും, പൊതുവെ എത്ര റിസപ്ഷൻ വെളിയിൽ കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷെ സത്യമായിട്ട് പറയുകയാണ്, വളരെ 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 അടിപൊളി പടം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ തന്നെ യാതൊരുവിധ ശല്യവുമില്ല. എല്ലാവരും വളരെ അറ്റൻഷനോടുകൂടി അനങ്ങാതിരുന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ എൻജോയ് ചെയ്ത് തന്നെയാണ് പോയിരുന്നത്. സിനിമയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിൽ കാണാൻ. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അനുഭവം. എനിക്ക് പൂർണ്ണമായിട്ടും സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. കുറ്റം എന്ന് പറയാൻ മാത്രം, ഒരു നെഗറ്റീവ് എന്ന് പറയാൻ മാത്രം എടുത്തു പറയാന്നുള്ള ഒരു കാര്യം ഈ സിനിമയ്ക്കകത്ത് എനിക്ക് പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ നല്ല കാര്യങ്ങളുടെയും ഒരു മിക്സ് ചേരുമ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഓരോന്നായി എടുത്തെടുത്ത് പറയാൻ എനിക്കില്ല. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെയാണ് ക്യാമറ ആലോചിക്കുമ്പോൾ കൊള്ളാം, BGM ആലോചിക്കുമ്പോൾ കൊള്ളാം, വേറെ എല്ലാ കാര്യങ്ങളും, തിരക്കഥാ സംഭാഷണം എല്ലാം കൊള്ളാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റൊരു ലെവലിൽ ഉയർന്നു നിന്ന ഒരു അനുഭവം തന്നെയായിരുന്നു ഈ സിനിമ മോളിവുഡ് ടൈംസ്. തീർച്ചയായും തിയേറ്ററിൽ കാണണം. ശരിക്കും പറഞ്ഞാൽ വിജയിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ ബിലോ ആവറേജ് പോലുള്ള സിനിമകളൊക്കെ വിജയിച്ചു വരുന്ന ഒരു മലയാളത്തിലെ ഒരു കാലഘട്ടത്ത് ഇത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഇതിലെ ഒരൊറ്റ പോർഷനിലും തുടക്കം മുതൽ അവസാനം വരെ ഏതാണ്ട് 2 മണിക്കൂർ 48 മിനിറ്റോളം സിനിമയ്ക്ക് റണ്ണിങ് ടൈം ഉണ്ട്. ഇത്രയും കണ്ടതിൽ അതിന്റെ ഒരു ഭാഗത്ത് പോലും കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ മേക്കിങ്ങിലായാലും ഒരു ചെറിയൊരു ഫോൾട്ട്, എവിടെയെങ്കിലും ഒരു ഫോൾട്ട്, കഥയിലോ മേക്കിങ്ങിലോ പെർഫോമൻസസിലോ ഒരു ഫോൾട്ട് ഉള്ളതായിട്ട് തോന്നിയില്ല. നസ്ലിൻ മാത്രമല്ല, അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാടല്ല, എല്ലാവരും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ച് പൊക്കിയോ താഴ്ത്തിയൊന്നും പറയാനില്ല. എല്ലാ തരത്തിലും എനിക്കൊരു പരിപൂർണമായി നല്ലൊരു മികച്ച അഭിപ്രായം ഉള്ള ഒരു സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്.